വാഴ്ത്തപ്പെടട്ടെ. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ എല്ലാ മക്കൾക്കും സ്നേഹവും വന്ദനങ്ങളും അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 27-ാം അധ്യായത്തിൽ നിന്നുള്ള ചില ഭാഗങ്ങൾ ധ്യാനിക്കുമ്പോൾ കഴിഞ്ഞ 2 ആഴ്ചകളിലായിട്ട് നമ്മൾ ധ്യാനിച്ചു വന്നത് കർത്താവായ യേശുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ നമുക്ക് ലഭിച്ച നന്മകൾ എന്താണെന്നുള്ളതാണ്. കഴിഞ്ഞതിൻ്റെ അങ്ങേ ആഴ്ചയിൽ ഞാൻ ദൈവവചനം പ്രസംഗിച്ചത് നിവൃത്തിയായി ക്രൂശിൽ കർത്താവ് സകലവും പൂർത്തീകരിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത് കർത്താവിൻ്റെ സമാധാനം അവിടുന്ന് നമുക്ക് തന്നു എന്നുള്ള സന്ദേശമാണ്. കാൽവരി കുരിശിൽ അവൻ ദൈവത്തെയും പാപിയായ മനുഷ്യരെയും തമ്മിൽ നിരപ്പിച്ചു. ദൈവസമാധാനം നമുക്ക് തന്നിട്ട് പോയി. ലോകം തരുന്ന സമാധാനമല്ല, അത് നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടതാണ്. ഈ ആഴ്ചയിലും ഞാൻ അതിൽ നിന്ന് തന്നെ ചില കാര്യങ്ങളൊന്ന് പങ്കുവെക്കുകയാണ്. ദയവായി ഹൃദയം കൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. നമ്മളിപ്പോൾ വായിച്ച മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 27-ാം അധ്യായത്തിൽ നിന്ന് ഒരു വേദഭാഗം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 50-51 വാക്യങ്ങൾ ആർക്കെങ്കിലും ഒന്ന് ശബ്ദമുയർത്തിയത് വായിച്ചാട്ടെ. യേശു പിന്നെയും ഉറക്ക നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തൊട്ട് അടിയോളം 2 ചീന്തിപ്പോയി. ഇത് ബൈബിളിലെ പുതിയ നിയമത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ സന്ദേശമാണ്. യേശു ക്രൂശിൽ നിലവിളി നമ്മൾ കേട്ടു. ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന്. അപ്പൊ ഉച്ചത്തിലുള്ള ആ നിലവിളിയിൽ തുടർന്ന് അവൻ പിന്നെയും ഉച്ചത്തിൽ നിലവിളിച്ചു. എബ്രായ ലേഖനക്കാരൻ പറയുന്നത് അവൻ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയെ സമർപ്പിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അപ്പോ അവന്റെ ഉറച്ച നിലവിളിയുടെ കാര്യമാണ് ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. യേശു ക്രൂശിൽ കിടന്ന് നിലവിളിച്ചത് ഈ സമയത്ത് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. എന്താണ്? ദൈവാലയത്തിന്റെ തിരശ്ശീല മുകൾ തൊട്ട് അടിവരെ 2 ചീന്തിപ്പോയി. ദൈവാലയത്തിന്റെ തിരശ്ശീല ആരും കീറിയതല്ല. അത് അടിയിൽ നിന്ന് മനുഷ്യൻ വന്ന് വലിച്ചു കീറിയതോ വാളുകൊണ്ട് വെട്ടിക്കീറിയതോ അല്ല. അത് മുകളിൽ നിന്നും വന്ന ഒരു വാളാണ്. അപ്പോ എന്തുകൊണ്ട് ദൈവാലയത്തിന്റെ തിരശ്ശീല കീറിപ്പോയി എന്ന് ചോദിച്ചാൽ എനിക്ക് നിങ്ങളോട് തിരശ്ശീലയെ കുറിച്ചൊന്ന് പറഞ്ഞേ പറ്റൂ. അനേക വാക്യങ്ങൾ എനിക്ക് നിങ്ങളോടൊന്ന് പങ്കുവെക്കാറുണ്ട്. ഞാൻ
ഒരു കാര്യം പറഞ്ഞ് നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ദൈവാലയത്തിന്റെ തിരശ്ശീല കാണിക്കുന്നത് ദൈവത്തിന് മനുഷ്യനോട് അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. നമ്മൾ വിചാരിക്കുന്നത് പോലെ ദൈവം എന്ന് പറയുന്ന ആളെ എപ്പോഴും ആർക്കും അങ്ങ് വിളിച്ചേക്കാം. ബൈബിൾ പറയുന്ന കൽപ്പനയിൽ ഒരു കൽപ്പന, കർത്താവിന്റെ നാമം വൃഥ, ആവശ്യമില്ലാതെ വന്നതിനും പോയതിനുമൊക്കെ കർത്താവ് കർത്താവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പലരുണ്ട്. ആ നാമത്തിന്റെ മഹത്വം എന്താണെന്ന് നമ്മൾ അറിയണം. കർത്താവെന്ന് പറയാൻ അന്നത്തെ ഇസ്രായേൽ ജനം കർത്താവെന്ന് അവർ പറയത്തില്ല. അവർ പറയുമ്പോൾ ഇനിയും സ്വർഗമെന്ന് പറയും. സ്വർഗം കാണുന്നു, സ്വർഗം കേൾക്കുന്നു എന്നൊക്കെയാ പറയുന്നത്. എന്തായാലും കർത്താവെന്ന് പറയാൻ പേടിയാണ്. കർത്താവെന്ന് കുറിയോസ് എന്നെന്ന് എഴുതണമെങ്കിൽ അവർ ഒരു പേനയെടുത്ത് 7 പ്രാവശ്യം കഴുകും. എന്നിട്ട് മാത്രമേ അവർ യഹോവ അല്ലെങ്കിൽ കർത്താവ് എന്ന് ഒന്ന് എഴുതത്തുള്ളൂ. നമുക്കോ എന്തു പറഞ്ഞാലും നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് കള്ളവും പറഞ്ഞ് ചതിവും പറഞ്ഞിട്ട് ഒരു കർത്താവ് കാണുന്നുണ്ട്, കർത്താവ് കേൾക്കുന്നുണ്ട്. ദൈവഭയം നഷ്ടപ്പെട്ടു പോയി. ഹല്ലേലൂയ. നമുക്കിവിടെ ഈ കർത്താവുമായിട്ട് ഒന്ന് ബന്ധപ്പെടാൻ ആർക്കും പറ്റത്തില്ലായിരുന്നു. ദൈവം അതിനെ ചെയ്തതാണ്. ഒരു കൂട്ടം ജനത്തെ വേർതിരിച്ചു കൊണ്ടുവന്നു. ദൈവത്തിന്റെ പദ്ധതി നോക്കണേ. ഹാരാനിൽ നിന്നും അബ്രഹാമിനെ വിളിച്ചു വരുത്തി, മെസൊപ്പൊത്താമ്യയിൽ നിന്ന് കൊണ്ടുവന്നാണ്. വിളിച്ചു വരുത്തി ഒരു വേർപെട്ട ജനമാക്കി, അന്യാരാധന മാറ്റി, വിഗ്രഹാരാധന മാറ്റി, പാപങ്ങൾ മാറ്റി അവനെ കൊണ്ടുവന്ന് ഒരു പ്രത്യേക സമ്പത്താക്കി ദൈവം അവനെ വേർതിരിച്ചു. ഹല്ലേലൂയ. ദൈവം അവനെ ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചു. ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ച് എന്തിനാണ്? സത്യ ദൈവത്തെ അവിടെ നിന്ന് വെളിപ്പെടുത്തി കൊടുക്കണം. എന്നിട്ടാണ് അബ്രഹാമിലൂടെ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ നിങ്ങളുടെ ദൈവസ്നേഹത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ പറ്റി മുൻപിലെടുത്തു. ഇവിടെ ഇഷ്ടംപോലെ കസരയുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക. ദൈവവും മനുഷ്യരുമായിട്ട് ശത്രുതയിലാണ്. ഇതെന്ന് തുടങ്ങി? ഏദൻ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഒരു കുടുംബമായിട്ടാണ്, അപ്പനും മക്കളും എന്നുള്ള ബന്ധത്തിലാണ്. ദൈവം ആദമിന്റെ അടുക്കൽ വരും, അവയുടെ അടുക്കൽ വരും, അവരൊന്നിച്ച് നടക്കും, അവരൊന്നിച്ച് സന്തോഷിക്കും. ഒരു കുടുംബമാണ്. ഒരു കുടുംബത്തിന്റെ സന്തോഷവുമായിട്ടാണ് ദൈവം അവരെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. പക്ഷേ അനുസരണക്കേട് ചെയ്ത്, കൽപ്പന ലംഘിച്ച്, പാപം ചെയ്ത് മനുഷ്യൻ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്നും മാറിപ്പോയി. എന്താ ദൈവത്തിന്റെ പദ്ധതി? ദൈവത്തിന്റെ പദ്ധതി എന്താ? ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന് ഇവിടെ ഒരു കുടുംബം വേണമെന്നുള്ളതാണ്. ദൈവത്തിന് ഏദൻ തോട്ടത്തിൽ ഒരു കുടുംബമാണ് സ്ഥാപിച്ചത്. ദൈവം പിതാവും തന്റെ മക്കളായി ആദമും ഹവ്വയും. ആദം ദൈവത്തിന്റെ മകൻ. ഒരു കുടുംബത്തെയാണ് ദൈവം സ്ഥാപിച്ചത്. അപ്പൊ ആ കുടുംബത്തിലേക്ക് പിശാച് കയറി വന്നിട്ട് അവരുടെ ബന്ധം നഷ്ടപ്പെടുത്തി, ലക്ഷ്യം തെറ്റിച്ച് കളഞ്ഞു. ഇപ്പോൾ ദൈവത്തിന്റെ കുടുംബമല്ല. ഇപ്പോൾ ആദമും ഹവ്വയും ആരുടെ കുടുംബം? സാത്താന്റെ കുടുംബം. ഇപ്പൊ ദൈവത്തിന്റെ കുടുംബമല്ല, സാത്താന്റെ കുടുംബത്തിൽ അവർക്ക് അവകാശം കിട്ടി. എപ്പോഴാ? ലക്ഷ്യം തെറ്റിച്ച് കളഞ്ഞു. ദൈവിക പദ്ധതിയിൽ നിന്നും അവരെ തള്ളിയിട്ട് കളഞ്ഞു. അപ്പോൾ പിശാചിന്റെ കുടുംബക്കാരാക്കി മാറ്റി. ബൈബിൾ പറയുന്നത് പാപം ചെയ്യുന്നതൊക്കെ ആരുടെ മകനാ? പിശാചിന്റെ മക്കൾ. പിശാചിന്റെ കുടുംബക്കാരും ഉണ്ട്, ദൈവത്തിന്റെ കുടുംബക്കാരുമുണ്ട്. കയീൻ ആരുടെ കുടുംബക്കാരനാ? സാത്താന്റെ കുടുംബക്കാരനാണ്. ദുഷ്ടനിൽ നിന്നുള്ളവനാണെന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പം ഈ ഭൂമിയിൽ പിശാചിന്റെ കുടുംബക്കാരുമുണ്ട്, ദൈവത്തിന്റെ കുടുംബക്കാരുമുണ്ട്.
തിരിച്ചറിയണേ, ഒന്ന് തിരിച്ചറിയണേ, ഞാൻ ഏത് കുടുംബത്തിലാണെന്ന്. ദൈവത്തിൻ്റെ കുടുംബത്തിലാണോ നമ്മൾ വന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിയണം. അത് നമ്മൾ നമ്മുടെ വെളിപ്പാട് നഷ്ടപ്പെടുത്താൻ പിശാച് മാക്സിമം ശ്രമിക്കും. നമ്മൾ ദൈവ കുടുംബത്തിലല്ലെന്ന് തോന്നത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുത്തും. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുന്നത്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏദൻ തോട്ടത്തിൽ ദൈവവും മനുഷ്യനുമായിട്ട് അകന്നുപോയി. ഒറ്റ വാക്കിൽ ശത്രുതയായിപ്പോയി. ഇതിൽ നിന്നും അവനെ മടക്കി വരുത്താൻ ദൈവം ചെയ്ത പദ്ധതിയാണ് യാഗങ്ങളും വഴിപാടുകളും പെരുന്നാളുകളും ഇവർക്ക് കൊടുത്തു, ന്യായപ്രമാണം കൊടുത്തു. പക്ഷേ അവരെ മടക്കി വരുത്താൻ പറ്റിയില്ല. അവരെ ദൈവ കുടുംബത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവത്തിന് സാധിച്ചില്ല. ഒടുക്കം അന്ന് തന്നെ ദൈവം വാഗ്ദത്തം കൊടുത്തു, സ്ത്രീയുടെ സന്തതി വരും, അന്ന് പിശാചിന്റെ തല തകർക്കും, അന്ന് ഞാനും ഇവരുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കും, അന്ന് ഞാൻ ഇവരെ എൻ്റെ മക്കളാക്കി തീർക്കും. അങ്ങനെ കന്യകയാകുന്ന മറിയത്തിലൂടെ സ്ത്രീയുടെ സന്തതിയായിട്ട് യേശു കർത്താവ് ജനിച്ചു. ഞാനത് പറഞ്ഞു വരുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവവും മനുഷ്യരും തമ്മിൽ ശത്രുതയിലാണ്. അല്ലാണ്ട് അങ്ങോട്ടേക്ക് രണ്ടുപേരാണെന്നല്ല, ശത്രുക്കളാണ്. ആരാ ശത്രു? ദൈവമാണോ ശത്രു? നമ്മളാണോ? ദൈവത്തിന്റെ ശത്രു നമ്മൾ. ഹലോ, ദൈവത്തിന്റെ ശത്രുക്കളൊക്കെ ആരാ? ദൈവത്തിന്റെ ശത്രുക്കളെ പോലെ പ്രവർത്തിക്കാൻ നമുക്ക് കഴിയും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് ആരോടും ശത്രുതയില്ല. ബൈബിൾ പറയുന്നത് പാപികളും ശത്രുക്കളുമായിരുന്നു. പാപികളായിരുന്ന നമ്മൾ, ശത്രുക്കളായിരുന്നവരായിരുന്നു നമ്മളെ ദൈവത്തോട് നിരപ്പിച്ചു എന്നാണ് എഫെസ്യ ലേഖനം പറയുന്നത്. അതിക്രമങ്ങളാൽ പാപങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മളെ. അപ്പോൾ നമ്മൾ ശത്രുക്കളായിരുന്ന സ്ഥാനത്ത് നമ്മളെ മിത്രങ്ങളാക്കി പുത്രത്വം തരുവാനാണ് യേശു ഈ ലോകത്തിൽ വന്നത്. അത് പൂർത്തീകരിച്ചതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. അവൻ അത് പൂർത്തീകരിച്ചു. പൂർത്തീകരിച്ചതുകൊണ്ട് എനിക്ക് കിട്ടിയോ? പൂർത്തീകരിച്ച ദൈവവചനത്തിന്റെ വെളിപ്പാട് ഞാൻ അറിയണം, ഞാനതിന് ബോധ്യപ്പെടണം, ഞാൻ അതിനെ അനുസരിച്ച് ആശ്രയിച്ച് അതിനെ പിൻപറ്റണം. രണ്ട്, ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചത്, ഈ സമാധാനം എന്ന് പറയുന്നത് എന്താണെന്നാണ്. ദൈവത്തോടുള്ള സമാധാനം വന്നാൽ എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഇന്ന് ആ വാതിലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവിടെ ദൈവം അന്ന് മനുഷ്യർക്ക് കൊടുത്തത്, യേശു വരുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ അടുത്തേക്ക് നിങ്ങൾ ആരും വരരുത്. അത് ഞാൻ പുറപ്പാട് പുസ്തകത്തിലെ, സംഖ്യാപുസ്തകത്തിലെയൊക്കെ വാക്യങ്ങൾ നിങ്ങളിത് വായിച്ച് കേൾപ്പിക്കേണ്ടതാണ്. ഞാനൊന്നും കേൾപ്പിക്കുന്നില്ല. നിങ്ങൾ അടുത്തു വരരുത്. ദൈവം വരുന്ന സീനായി പർവ്വതത്തിന്റെ താഴ്വാരത്തിൽ നിങ്ങൾ തൊടുകപ്പെടും, അടുത്തു പോലും ചെല്ലരുത്, മരിച്ചു പോകും. ദൈവം അത്ര പരിശുദ്ധനാണ്. ദൈവവും മനുഷ്യനുമായിട്ട് അകന്നുപോയി. അതിൻ്റെ അർത്ഥം എൻ്റെ ആത്മാവ് മരിച്ചു എന്നാണ്. ആത്മാവ് മരിച്ച ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നത് ദൈവത്തിന് അറപ്പാണ്. അവൻ്റെ പ്രാർത്ഥനകളും അവൻ്റെ സ്തോത്ര കാഴ്ചകളും അവൻ്റെ ദശാംശങ്ങളും ദൈവത്തിന് വെറുപ്പാണ്. അവരൊക്കെ കൊടുക്കും, ദൈവത്തിന് വെറുപ്പാണ്. പക്ഷെ ഇത് മുഴുവനും ദൈവത്തിൻ്റെ പേരിൽ സ്വീകരിക്കുന്നത് സാത്താനാണ്. ഇതൊക്കെ ഞാൻ വചനത്തിൽ നിന്നും ആഴമായിട്ടുള്ള വചനത്തിൻ്റെ തെളിവ് തന്നെ നിങ്ങൾക്ക് തരേണ്ടതാണ്. നമ്മൾ അറിയുന്നില്ല സാത്താന്റെ പ്രവൃത്തി എന്താണെന്ന്. പിശാച് തന്റെ രാജ്യം ഇവിടെ പണിയുന്നുണ്ട്. അവന്റെ രാജ്യം വലുതായി ഇവിടെ. ദൈവത്തിന്റെ രാജ്യം തുലവും. ദൈവരാജ്യത്തിൽ കിടക്കുന്നവർ കൂടുതൽ പേരാണോ കുറച്ച് പേരാണോ? ചുരുക്കം പേർ. ഹല്ലേലൂയ. അതിന്റെ കാരണം അത് വാതിൽ ചെറുതാണ്, വഴി ഞെരുക്കമുള്ളതാണ്. അതിൽ കൂടെ കിടക്കുന്നവർ ചുരുക്കം പേരാണ്. പിശാചിൻ്റെതായ ആ രാജ്യത്തിൽ നിന്നും മനുഷ്യനെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരാനാണ് യേശു വന്നത്. അപ്പോൾ മുഴുവൻ ലോകവും ദുഷ്ടന്റെ ആധിപത്യത്തിലായി. മുഴുവൻ ലോകവും പിശാചിനാൽ ഭരിക്കപ്പെടാനായിട്ട് തുടങ്ങി. ഇവിടെ നിന്ന് മനുഷ്യവർഗത്തിന് വീണ്ടെടുപ്പ് നൽകുവാൻ ദൈവം കൊടുത്ത ചെറിയ നിയമമാണ്, മനുഷ്യന്റെ ഹൃദയ ആത്മാവിലാണ് ദൈവം താമസിക്കുന്നത്. മനുഷ്യന്റെ ശരീരത്തിലല്ല ദൈവം താമസിക്കുന്നത്. ദൈവം താമസിക്കുന്നത് മനുഷ്യന്റെ ബുദ്ധിയിലല്ല,
ദൈവം താമസിക്കുന്നത് മനുഷ്യന്റെ ആത്മാവിലാണ്. അവിടെ നിന്ന് ദൈവത്തെ ഇവർ പുറത്താക്കി. ദൈവത്തെ പുറത്താക്കിയവരെ ഇവിടെ ഇരുന്നാൽ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? ദൈവത്തെ പുറത്താക്കിയവരെ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചോ, എങ്ങനെയായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്? ഇവിടെ വചനത്തോട് നിങ്ങൾ കാണിക്കുന്ന ബന്ധം മാത്രം നോക്കി. വചനത്തിന് നിങ്ങൾ ദൈവത്തെ പുറത്താക്കിയോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം. പുറത്താക്കിയ മനുഷ്യന്റെ അടുക്കൽ ദൈവത്തിൽ പിന്നെയും വന്ന് വസിക്കണം. പക്ഷേ അവന്റെ ആത്മാവിൽ വസിക്കാൻ ദൈവത്തിന് പറ്റത്തില്ല. പാപം നിറഞ്ഞുപോയി, ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു പോയി, അവനെ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ആലയം ഉണ്ടാക്കണം. ആ ആലയത്തിന്റെ നിയമങ്ങളെല്ലാം കൊടുത്തു. മോശയ്ക്ക് ഒരു മാതൃക സിനായി പർവ്വതം വെച്ച് കാണിച്ചു കൊടുത്തു. സ്വർഗത്തിലുള്ള ആലയത്തിന്റെ മാതൃക കാണിച്ചു കൊടുത്തു. ഇതുപോലെ നിങ്ങൾ ആലയം ഉണ്ടാക്കണം. എന്നിട്ട് പറഞ്ഞു, അതിന് ജാതികളുടെ പ്രകാരം അനുസരിക്കണം, യഹൂദന്മാരുടെ പ്രകാരം അനുസരിക്കണം. എന്നിട്ട് ഒരു വലിയ വാതിൽ മറയുണ്ടാകണം. അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ പ്രാകാരത്തിൽ യാഗപീഠം വെക്കണം. യാഗപീഠത്തിൽ സ്ഥിരം യാഗപീഠങ്ങൾ യാഗം കഴിക്കാനുള്ള കാര്യങ്ങൾ വെക്കണം. അതിൻ്റെ അപ്പുറത്തൊരു മറശ്ശീല വേണം. ആ മറശ്ശീലയ്ക്കകത്ത് നിങ്ങൾ കവരവിളക്ക് വെക്കണം. ആ മറശ്ശീലയ്ക്കകത്ത് ധൂപപീഠം വെക്കണം ഒക്കെ പറഞ്ഞു. അതിൻ്റെ അപ്പുറത്ത് നിങ്ങളൊരു തിരശ്ശീല ഉണ്ടാക്കണം. ആ തിരശ്ശീല ഉണ്ടാക്കുന്ന കാര്യമൊക്കെ പറഞ്ഞാൽ മനുഷ്യനല്ല, ഒരു വലിയ ശക്തന്മാരായ ആൾക്കാർ വന്ന് വലിച്ചാലും ഒരുവിധപ്പെട്ട കത്തി കൊണ്ട് നമുക്ക് കീറാൻ പറ്റുന്ന അത്ര ബലമുള്ളതാണത്. ആ തിരശ്ശീലയ്ക്ക് അകത്ത് ഒരു പെട്ടകം ഉണ്ടാക്കി വെക്കണം. ആ പെട്ടകത്തിന് തനി തങ്കം കൊണ്ട് അടിപ്പമണിയായിട്ടൊരു മൂടി, അതിന് കൃപാസനം എന്ന പേരാണ്, അത് മൂടി വെക്കണം. ഈ പെട്ടകത്തിന്റെ അകത്ത് ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ പൊട്ടിച്ചു കളഞ്ഞ അത് വെക്കണം. അഹ്റോന്റെ തളിർത്ത വടി വെക്കണം. അതുപോലെ മോശയ്ക്ക് ദൈവം കൊടുത്ത മന്നയുടെ ഒരു ഭാഗം അവിടെ വെക്കണം. ഇത്ര വെച്ചിട്ട് ഇത് മൂടണം. എന്നിട്ട് അതിൻ്റെ മുകളിലെ 2 അടിപ്പുപണിയായിട്ട് തനി തങ്കം കൊണ്ട് കെരൂബുകളെ ഉണ്ടാക്കണം. അവ മുഖത്തോട് മുഖം നോക്കി ദൈവസിംഹാസനത്തിന്റെ ചിറകുകൾ കൊണ്ട് മറയ്ക്കണം. എന്നിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾക്കറിയാമോ, പ്രാകാരത്തിൽ സൂര്യപ്രകാശമാണ്. എന്നാൽ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലത്ത് സൂര്യപ്രകാശമില്ല. അവിടെ വിളക്കാണ്, 7 കവരമുള്ള വിളക്ക്. വചനത്തെയാണ് കാണുന്നത്. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവും. 7 കവരമുള്ള വിളക്ക് കത്തും. എന്നാൽ തിരശ്ശീലയ്ക്ക് അപ്പുറത്തുള്ള സ്ഥലത്ത് സൂര്യപ്രകാശമില്ല, വിളക്കുമില്ല. പിന്നെന്താ അവിടെ? ദൈവ തേജസ്സാണ്. ഷക്കൈനാമേഘം അവിടെ വന്ന് വസിക്കും. അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അവിടെ എനിക്ക് വന്ന് വസിക്കണം. കർത്താവ് പറയുക, എന്നിട്ട് നിങ്ങളെല്ലാവരും ചുറ്റും പാർക്കണം. നിങ്ങളുടെ നടുക്കെങ്കിലും എനിക്ക് വന്നൊന്ന് പാർക്കണം. അവർ പാപം ചെയ്ത് പിന്നെയും കർത്താവ് പറഞ്ഞു, ഇനി നിങ്ങളുടെ നടുക്ക് ഞാൻ വസിക്കത്തില്ല. എനിക്ക് എൻ്റെ സാന്നിധ്യം നിങ്ങളുടെ നടുക്ക് പോലും. ദൈവങ്ങളെ, നമ്മുടെ ദൈവം കരയുന്നറിയോ കേട്ടോ. നിങ്ങളുടെ അടുക്കൽ പോലും എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറയും. പക്ഷെ മനസ്സിലാക്കേണ്ട ഇസ്രായേൽ മക്കൾക്ക്, ദൈവം വന്നില്ലെങ്കിൽ എന്താ, എനിക്ക് പാലും തേനും ഒഴുകുന്ന കനാൻ നാട് തരുമല്ലോ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്ക് ഞാൻ ചോദിക്കട്ടെ, കർത്താവ് പറയാ, ഞാൻ ഉണ്ടാകത്തില്ല. നിങ്ങളുടെ പ്രവൃത്തി ആരെങ്കിലും എൻ്റെ പ്രവൃത്തി കണ്ടിട്ട് പറയാം, നിന്റെ കൂടെ ഞാൻ വരത്തില്ല. ഇപ്രാവശ്യത്തെ ഓണം ബമ്പർ ലോട്ടറിയിലൊക്കെ വന്നേക്കാം. നമ്മളെന്ന് പറയും, ഓണം പത്ര എത്ര കോടിയാ? 25 കോടിയോ 10 കോടിയോ 25 കോടിയോ അതൊക്കെയാണ്, എനിക്കറിയത്തില്ല. അപ്പോൾ ഓണം ബമ്പർ ലോട്ടറി 25 കോടി എന്ന് വിചാരിച്ചു തന്നേക്കാം. നിനക്ക് ഞാൻ ആ ലോട്ടറി 25 കോടി നിന്റെ കയ്യിൽ തന്നേക്കാം. പക്ഷെ ഞാൻ നിന്റെ കൂടെ വരുന്നില്ല. നിങ്ങൾ പറയും, എൻ്റെ ഭർത്താവേ, ഇത്രയും എന്നെ സ്നേഹിക്കാൻ എന്തുണ്ട്, ഇത്രയും പാപം ചെയ്തിട്ട് നീ എൻ്റെ കൂടെ വരുന്നില്ല. എന്നിട്ട് നീ 25 കോടി എനിക്ക് തന്നല്ലോ, എനിക്ക് ഇത്ര ആയുസ് തന്നല്ലോ, എനിക്ക് ഇത്ര ആരോഗ്യം തന്നല്ലോ, എൻ്റെ മക്കൾക്കൊക്കെ നല്ല അനുഭവം തന്നല്ലോ. ഇതാണ് ഇസ്രായേൽ മക്കൾ പറഞ്ഞത്. ദൈവത്തെ അവർക്ക് വേണ്ട. അവരുടെ നടുക്ക് താമസിക്കാൻ ദൈവം ആഗ്രഹിച്ചു. അവസാനം ദൈവത്തെ ഇവർ തള്ളിക്കളഞ്ഞപ്പോൾ ദൈവം കർത്താവ് പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇത് മുഴുവനും ചിതറപ്പെടും. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ നശിച്ചു പോകുമെന്ന് പറഞ്ഞു. ആ ദൈവാലയം ആനയെ കൊണ്ട് പൊട്ടിച്ച് ടൈറ്റസിന്റെ സൈന്യം
അതിനെ അതിൻ്റെ അടിനിധിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അടിസ്ഥാനം വരെ നീക്കിക്കളഞ്ഞു. ഇപ്പം ദൈവത്തില്ല, ഹൃദയത്തിൽ വസിക്കാൻ ദൈവത്തിന് പറ്റുന്നില്ല, അവരുടെ നടുക്ക് വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെയാണ് നമ്മുടെ കർത്താവ് ജനിച്ചത്. ഈ പ്രശ്നം സങ്കീർണമല്ലേ? നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? സങ്കീർണമായ പ്രശ്നത്തിന്റെ പരിഹാരം തരാൻ ദൈവമായിരുന്നവൻ ഒരു ജഡമായി സാക്ഷാൽ, ഹല്ലേലൂയ, ആകാശം ഭൂമി സൃഷ്ടിച്ച ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം, ഹല്ലേലൂയ, പുത്രനെ ലോകത്തിലേക്ക് അയച്ചു എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കാൻ. ആ വീണ്ടെടുപ്പിന്റെ പദ്ധതിക്ക് അവിടുന്ന് എന്നെ പോലെ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് പറഞ്ഞേ, അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. ഹല്ലേലൂയ. എന്താ ജഡരക്തങ്ങളുടെ പ്രത്യേകത? ജഡരക്തങ്ങൾക്ക് മരണമുണ്ട്. ജഡരക്തങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. അവന് ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭരിയാൽ അടിമകളായിരുന്നവരൊക്കെ വിടുവിച്ചു. പറഞ്ഞു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച്, ഞാൻ പറഞ്ഞു വരുന്നത് ആ വഴിയും തെളിച്ചു കൊണ്ടിരിക്കുക ഞാൻ. ഹല്ലേലൂയ. അങ്ങനെ അവൻ വന്ന് ഭൂമിയിൽ 33.5 വർഷം ജീവിച്ചു. അതാണ് ജീവൻ. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യന്റെ വെളിച്ചമായിരുന്നു. ഹല്ലേലൂയ. അവന് ജീവൻ കൊടുത്തതല്ലാരും, അവൻ സാക്ഷാൽ വഴിയും സത്യവും ജീവനുമായിരുന്നു. ജീവനുള്ള ഒരാൾ വന്ന് ചത്ത മനുഷ്യരുടെ കൂടെ അങ്ങ് ജീവിച്ചു. ഇത് ചിന്തിക്കണം നിങ്ങൾ. ഈ കാൽവരി ക്രൂശിന്റെ ദർശനം നമ്മൾ നിസ്സാരവൽക്കരിക്കരുത്. മനുഷ്യന്റെ പ്രശ്നം ഏതത്തോട്ടത്തിൽ എന്താണ്? ഏതത്തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയതാണോ പ്രശ്നം? മുള്ളും പറക്കാരെ മുളച്ചതാണോ പ്രശ്നം? പ്രസവവേദനയാണോ പ്രശ്നം? രോഗങ്ങൾ വന്നതാണോ പ്രശ്നം? മനുഷ്യന്റെ പ്രശ്നം അവനെ ജോലി ചെയ്തിട്ട് അധ്വാനിച്ചിട്ട് ഫലം കിട്ടാത്തതാണോ പ്രശ്നം? കടഭാരം വന്നതാണോ പ്രശ്നം? മരണം വന്നതാണോ പ്രശ്നം? ശരീരമരണമാണോ പ്രശ്നം? അല്ലെങ്കിൽ എന്താണ് അവന്റെ അടിസ്ഥാനപരമായ പ്രശ്നം? അവന്റെ പ്രശ്നം അവൻ ജീവൻ നഷ്ടപ്പെട്ടു പോയി. അവന്റെ പ്രശ്നം ഒന്ന് മാത്രമേ ഉള്ളൂ, ജീവനില്ല. ജീവനുണ്ടെന്ന് പേര്, പക്ഷെ നീ ജീവനില്ലാത്തവനാണ്. എനിക്ക് ആഗ്രഹം അങ്ങനെയുണ്ടോ? ജീവനുള്ളവനെന്ന പേര്, പക്ഷെ ജീവനില്ല. ഹല്ലേലൂയ. കർത്താവ് പറയുന്ന അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ജീവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെയാണ് തിരിച്ച് യേശു വന്നത്. എന്തിനാ? ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10:10 അറിയാവുന്നവരെന്ന് പറഞ്ഞേ. അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ കള്ളൻ ഈ ലോകത്തിൽ ഇന്ന് കാണുന്ന സകല ദുരുപദേശങ്ങളും എന്താണ്? അറുത്ത് മുടിച്ച് മോഷ്ടിക്കുക. ഈ ബൈബിള് പിടിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, ചെന്നായ്ക്കളെ പോലെ നടക്കുന്നതാണ്. ബൈബിള് പിടിച്ചുകൊണ്ട് ചെന്നായ്ക്കളെ പോലെ ആട്ടിൻ തോലിട്ട ആമേൻ വേഷം ധരിച്ചുകൊണ്ട് ബൈബിളെ കയ്യിൽ പിടിച്ച് വെള്ള ധരിച്ചുകൊണ്ട് യേശു യേശു എന്ന് പറഞ്ഞുകൊണ്ട് അത് വേറൊരു യേശു, അത് വേറൊരാത്മാവ്, അത് വേറൊരു സുവിശേഷം. അതൊക്കെയാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഇവിടെ ഇരുന്ന് നിങ്ങളൊന്ന് പിരിയും, നിങ്ങളൊന്ന് ഇളകും. ഇളക്കുന്ന സുവിശേഷം. ഹല്ലേലൂയ. സത്യത്തിൽ ദൈവം നമുക്ക് തരാൻ വന്നത് ജീവനാണ്. അവൻ പാപിയായ മനുഷ്യന്റെ കൂടെ ജീവിച്ചു. ആരാ ജീവിച്ചത്? 33 വർഷം. 2000 വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പോലെ നിങ്ങളെ പോലുള്ള മനുഷ്യരുടെ കൂടെ സാക്ഷാൽ ദൈവം വന്ന് ജീവിച്ചു. നമ്മൾ അതിന് വലിയ വില കൊടുക്കാറില്ല. 2, അവൻ കഷ്ടമനുഭവിച്ചു. ഞാൻ ആ കഷ്ടാനുഭവങ്ങൾ അല്പം നിങ്ങളുടെ മുമ്പിലൊന്ന് കഴിഞ്ഞ ആഴ്ചയിലൊന്ന് വിവരിച്ചു. ഞാനും നിങ്ങളും ദൈവത്തെ തള്ളിക്കളഞ്ഞതിൻ്റെ ശിക്ഷ എന്താണെന്ന് ഇനിയിപ്പം നിങ്ങൾ അറിയാതെ, ഞാൻ അറിയാതെ ഒന്ന് ദൈവത്തെ തള്ളിക്കളഞ്ഞു. നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ലോകത്തിൽ ബാക്കി എന്ത് കാര്യവും സമാധാനമുണ്ട്. എന്താണ്? ഇത്രയും ഒരു കാര്യം മതി. ഇത്രയും ഒരു കാര്യം. നമുക്ക് സഭ വേണ്ട, നമുക്ക് ബൈബിൾ വേണ്ട, നമുക്ക് പ്രാർത്ഥിക്കേണ്ട, നമുക്ക് കൂട്ടായ്മ വേണ്ട. എന്താ കാര്യം? ദൈവത്തെ തള്ളിക്കളയുന്നു. ഈ ജനം
അധരം കൊണ്ട് കർത്താവേ കർത്താവേ എന്ന് പറയും. ഹൃദയമോ ദൈവത്തോട് അകലെയാണ്. കർത്താവേ കർത്താവേ എന്ന് പറയുന്നത് തന്നെ എന്തെങ്കിലും കിട്ടണം, എന്തെങ്കിലും ഇവിടെ ഒന്ന് കഴിഞ്ഞു പോകണം. എന്തിനാ കർത്താവ് വിളിക്കുന്നത്? ഇവിടെ ഒന്ന് കഴിഞ്ഞു പോകണം. അതിനാണോ കർത്താവ് വിളിക്കേണ്ടത്? ജീവൻ തരാനാണ് അവൻ ആഗ്രഹിക്കുന്നത്. മകനെ, നിനക്ക് ജീവനില്ല. മകളെ, നിനക്ക് ജീവനില്ല. നീ എന്നോട് ചോദിക്ക്, ജീവൻ ചോദിക്ക്. ഹല്ലേലൂയ. എത്ര പേര് യേശുവിനെ ചോദിക്കുന്നുണ്ട്? ഇവിടെ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. ഇവിടെ നിങ്ങൾ ഒരു ദിവസം എത്ര സമയം പ്രാർത്ഥിക്കും? നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിനകത്ത് നിങ്ങൾക്ക് വേണ്ടത് ജീവനാണോ അതോ ഭൂമിയിലുള്ള മരണമാണോ? മരണത്തെ ചോദിക്കുന്നുണ്ട്. കർത്താവേ, എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കണേ, എൻ്റെ വീട് അനുഗ്രഹിക്കണമേ, എൻ്റെ കടഭാരം മാറ്റി തന്നെ. ഞാൻ ചോദിക്കുന്നത് അതൊക്കെ ചത്തത, അതൊക്കെ മരണത്തിന്റെ കീഴിലാണ്. അതല്ല ജീവൻ. യേശുവിനെ എനിക്ക് വേണം. എനിക്ക് നിന്നെയൊന്നറിയണം. എനിക്ക് നിന്നെയാണ് ആവശ്യം. ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടി ദാവീദിനെ പോലെ കൊതിക്കുന്നൊരു ഹൃദയം മാനത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ, ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ. എത്ര പേര് അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്? നിങ്ങളുടെ പ്രാർത്ഥനയിലെ ഒരു അരമണിക്കൂർ ഇരിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, പറ്റുമെങ്കിൽ നിങ്ങൾ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോയിൽ ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ അതിനകത്ത് പ്രാർത്ഥിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾ സ്വയം ചോദിക്കണം. എനിക്ക് നിന്നെ വേണം അപ്പ, എനിക്ക് നിന്റെ ജീവൻ വേണം അപ്പ, എനിക്ക് നിന്റെ സ്നേഹം വേണം. ഇതാണോ പ്രാർത്ഥിക്കുന്നത്? ഇത് നിങ്ങൾ പ്രാർത്ഥിച്ച് നിർത്തി. നിങ്ങൾ രോഗത്തിലാണ്, നിങ്ങൾ കടഭാരത്തിലാണ്, നിങ്ങൾ കഷ്ടത്തിലാണ്. നിങ്ങൾ ദൈവത്തിന്റെ രാജ്യം അന്വേഷിച്ചപ്പോൾ ഇതൊക്കെ, ഞാനിത് ബൈബിളിലെ സത്യമാണ് വിളിച്ച് പറയുന്നത്. ഞാനിത് ചോദിക്കുക പോലും വേണ്ട. ഇവിടുത്തെ ഭൂമിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുന്ന നീ മരണത്തെയാണ് കൊതിക്കുന്നത്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടത് ജീവനാണ്. യേശു ജീവൻ തരുവാൻ വന്നു. ഞാൻ ഓർപ്പിക്കുമ്പോൾ നിങ്ങളെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും. യേശു വന്നിട്ട് കാൽവരി കുരിശിൽ മരിച്ചു. ഇതാണ് നമ്മളിപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ ഉറച്ച നിലവിളിയോടെ തന്റെ പ്രാണനെ വിട്ടു. അതിന് കൊടുത്ത വില എന്താ? യേശു മുഴുവൻ മാനവരാശിയുടെയും പാപം അവൻ ചുമത്തപ്പെട്ടു. അവൻ പിടഞ്ഞ് അവസാനം തന്റെ ആത്മാവിനെ പിതാവിന്റെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ട് അവൻ ഉറച്ച നിലവിളിയോടെ പ്രാണനെ വിട്ടു. ഇപ്പോഴെന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? ദൈവാലയത്തിന്റെ തിരശ്ശീല മുകളിൽ നിന്ന് അടിയുവരെ. എന്താണ് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? പ്രാകാരത്തിൽ കിടക്കുന്ന ജനം, വിശുദ്ധ സ്ഥലത്ത് കിടക്കുന്ന ജനം, ആണ്ടിലൊരിക്കൽ ഒരു മഹാപുരോഹിതന് മാത്രം വിറച്ചും കൊണ്ട് ഭയപ്പെട്ട് ചെല്ലുന്ന സ്ഥലം എവിടെ? തിരശ്ശീലയ്ക്കകത്ത് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ വേർതിരിക്കപ്പെട്ടവൻ വിറച്ചും കൊണ്ട് ചില നിമിഷങ്ങൾ ചെല്ലുന്ന ഈ അതിപരിശുദ്ധ സ്ഥലം. ഹല്ലേലൂയ. ഇതിനകത്തോട്ട് കേറാൻ ഉള്ള തിരശ്ശീല തടസ്സമായിരുന്ന തിരശ്ശീല അങ്ങോട്ട് കർത്താവ് തന്നെ അങ്ങ് കീറി. എബ്രായലേഖനം 4-ാം അധ്യായത്തിന്റെ 15-16 വാക്യം അറിയാവുന്നവർക്ക് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഒന്ന് വായിച്ചോളെ. എബ്രായർ 4:15-16. വായിച്ചോ. എബ്രായർ 4. കേട്ടോടെ, തിരശ്ശീല കീറപ്പെട്ടു. ഇനി ദൂരത്ത് നിൽക്കണ്ട. ഒരനുഗ്രഹം വേണമെങ്കിൽ ദൂരത്ത് നിന്ന് നീ പ്രാർത്ഥിക്കണ്ട. ഇന്ന് നീ കണ്ണുനീരോടെയാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ വായിച്ചത്
നമ്മുടെ മഹാപുരോഹിതൻ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ഇവിടെ ബലഹീനത ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അല്ല, പാപമല്ല. ബലഹീനത പാപമല്ല. ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ, ദൈവത്തോട് അടുത്ത് ചെല്ലാൻ കഴിയാത്ത ഒരവസ്ഥ. ഹല്ലേലൂയ. ഈ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവരല്ല, പാപമൊഴികെ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവരത്രേ. യേശു പാപം ചെയ്തില്ല. യേശു പാപം ചെയ്തില്ല. സകല പ്രലോഭനങ്ങളിലൂടെ അവൻ കടന്നുപോയി. എന്നിട്ട് അവൻ പാപം ചെയ്തില്ല. എന്തിനാ? നമുക്ക് വാതിൽ തുറന്നു തരാം. ഇതൊക്കെ എനിക്കത് വിശദീകരിച്ചൊന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇത് പറഞ്ഞിട്ട് പറയാ, അതുകൊണ്ട് നമുക്കൊരു പുരോഹിതൻ, മഹാപുരോഹിതൻ ഉള്ളത് കൊണ്ട് കരുണ ലഭിക്കണമെങ്കിൽ, കൃപ ലഭിപ്പാനും തത്സമയത്ത് കൃപ ലഭിപ്പാനും കൃപാസനത്തിലേക്ക് അതിധൈര്യത്തോടെ. എന്റെ കൃപാസനം അവിടെ അടയ്ക്കപ്പെട്ട സ്ഥലം. യേശു അദ്ദേഹം എന്ന തിരശീല കീറിയപ്പോൾ കൃപാസനത്തിലേക്ക് അതിധൈര്യത്തോടെ ഇപ്പം ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ, ദൈവ ജീവൻ അനുഭവിക്കാൻ. എനിക്ക് ജീവൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എനിക്കിന്ന് വേണ്ടത് സമൃദ്ധിയായ ജീവനാണ്. എന്റെ ജീവൻ എവിടെയോ നഷ്ടപ്പെട്ടു പോയി. പിശാച് അറുത്ത് മുടിച്ച് മോഷ്ടിച്ചു കളഞ്ഞ എന്റെ ജീവനിലേക്ക് എന്റെ കർത്താവേ എന്നെ മടക്കി വരുത്തണമെന്ന് ആഗ്രഹിച്ചാൽ തത്സമയത്ത് കൃപ ലഭിക്കും. അതിന് 21 ദിവസം ഉപവസിച്ചാൽ കിട്ടുന്നില്ല. അതെപ്പോഴാണ് കിട്ടുന്നത്? തത്സമയത്ത്. അതായത് ഈ തത്സമയം നിനക്കെപ്പോൾ ജീവൻ വേണമെന്ന് നീ ചിന്തിക്കുന്നു. നിനക്കെപ്പോഴാണ് ജീവൻ വേണ്ടത്? നിനക്കെപ്പോഴാണ് ദൈവ സാന്നിധ്യം വേണ്ടത്? ആ പ്രസൻസ് ഓഫ് ഗോഡിന് വേണ്ടി എന്നാണ് നീ കൊതിക്കുന്നത്, അപ്പോൾ കിട്ടും. അതിന് 21 ദിവസത്തെ ഉപവാസവും 7 ദിവസത്തെ ഉപവാസവും 1 മണിക്കൂറത്തെ പ്രാർത്ഥനയൊന്നും വേണ്ട. യേശു കാൽവരി കുരിശിൽ ഈ വചന വെളിപ്പാട് കിട്ടണം. തത്സമയത്ത് അങ്ങനെയല്ലേ ഇരിക്കുന്നത്? 21 ദിവസം കഴിഞ്ഞിട്ട് ഒഴിച്ചെല്ലാനാണ് പറയുന്നത്. തത്സമയത്ത് മഹാഭാവിയായിരിക്കുന്ന ഒരു വ്യക്തി, ദൈവത്തെ വേദനിപ്പിച്ച് നടക്കുന്ന ഒരു വ്യക്തി, ദൈവദാസന്മാരെ നിന്ദിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ സുവിശേഷകരെ കൊല്ലുന്ന ഒരു വ്യക്തി ഓടിച്ചെന്ന് കർത്താവേ എന്നോട് ക്ഷമിക്കണമെന്ന് അവിടെ കരുണ ലഭിക്കും. തത്സമയത്ത് കൃപ ലഭിക്കും, ജീവൻ കിട്ടും. ഇവിടെ നമ്മൾ വായിക്കുന്നത് ദൈവജീവന്റെ അഭാവമാണ് ഇന്നത്തെ പെന്തക്കോസ്തുകാരുടെ ദുഃഖം. ഇന്നത്തെ പെന്തക്കോസ്തുകാരായ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ദൈവജീവനാണ്. പിന്നെ നമുക്ക് എന്തുണ്ട്? നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ദൈവജീവനാണെങ്കിലും നമുക്ക് പ്രമാണങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. വെള്ള ധരിച്ചാലേ ശരിയാകുന്നുണ്ട്. ഞാൻ മാത്രമേ വെള്ള ധരിച്ചിട്ടുള്ളൂ, അത് വേറൊരു ഭാഗ്യം അല്ല. നമുക്ക് വെള്ളയോട് അലർജിയായിപ്പോയി. ക്ലീൻ ഷേവ് ചെയ്താലേ ദൈവം പ്രസാദിക്കത്തുള്ളൂ. കമ്മലും മാലയും കൂടെ ഊരിയെങ്കിലേ ദൈവത്തോട് അടുത്ത് ചെല്ലാനൊക്കെ പറ്റത്തുള്ളൂ. ഇവിടെ എന്താണ് കമ്മലും മാലയും ഊരിയവരുണ്ട്, ഊരാത്തവരും ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കുറെ കർമ്മങ്ങൾ ആചരിച്ചാൽ, നിങ്ങൾ സ്നാനപ്പെട്ടാൽ, നിങ്ങൾ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചാൽ ദൈവത്തോട് അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല. ദൈവജീവൻ നിങ്ങൾക്ക് കിട്ടത്തില്ല. അതിനെന്താണ് വേണ്ടത്? തിരുവചനം നമുക്ക് വെളിപ്പെടുത്തുന്നു, കർത്താവിൻ്റെ ജീവൻ എനിക്ക് വേണ്ടിയാണ് കാൽവരി കുരിശിൽ ചിന്തിയത്. ആ ചീന്തപ്പെട്ട തിരശ്ശീല എൻ്റെ ജീവനിലേക്ക് എന്നെ നയിക്കാനാണ്. ഇപ്പോൾ വിളിക്കുക, നിനക്ക് എൻ്റെ നാമം, എന്നെ മുറുകെ പിടിച്ചുകൊണ്ട്, എൻ്റെ കൈ പിടിച്ചുകൊണ്ട് നിനക്ക് ദൈവത്തോട് ഏത് സമയത്തും അടുത്ത് ചെല്ലാം. ഇത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനിട വരുത്തരുത്. കുറെ കർമ്മങ്ങൾ ചെയ്യണം, എല്ലാ ആഴ്ചയിലും ദശാംശം കൃത്യമായിട്ട് കൊടുക്കണം. കൃത്യമായിട്ട് ഞാൻ പറയുന്നത് 3 ആഴ്ച സഭായോഗത്തിന് വരാത്തവര് ദശാംശം കൊടുക്കരുത്, കർത്തൃമേശ പങ്കെടുക്കരുത്. എന്താ, നിങ്ങൾ പിന്നെ ഒരാഴ്ച വന്നിട്ട് ഒരാഴ്ച വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ആ പാപമാണത്. ദൈവത്തിൻ്റെ സഭായോഗം മുടക്കുന്നതിൻ്റെ പാപം നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമുക്കൊരു ഓണം വന്നാൽ സഭായോഗം മുടങ്ങും.
എന്ത് ഓണം ആഘോഷിച്ചു പെന്തക്കോസ്തുകാരാ, ഹല്ലേലൂയ, ആഘോഷിച്ചു. പക്ഷെ ദൈവത്തിന്റെ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ടല്ല. ചിലപ്പോൾ പായസം ഉണ്ടാക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ ആചാരങ്ങൾ ജാതികളെ പോലെ തന്നെ നമ്മൾ തുടങ്ങരുത്. ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിച്ചിട്ട് ഈ മേശ വന്ന് പങ്കെടുക്കരുത്. നിങ്ങൾ പരിശോധിക്കണം. ഒരു സഭായോഗം മുടക്കുമ്പോൾ നിങ്ങൾ പാപം ചെയ്തു കഴിഞ്ഞു. ഒരു സഭായോഗം മുടക്കിയപ്പോൾ നിങ്ങൾ ദൈവപുത്രനെ ക്രൂശിക്കുന്നതിന് തുല്യമായിരിക്കുന്ന പാപമാണ്. അത്ര നിസ്സാരമാകരുത്. എനിക്കിവിടെ ചില പ്രിയപ്പെട്ടവർ പറയാറുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ സുഖമില്ലാതെ മരുന്ന് മേടിക്കാൻ കാശില്ലാതെ ഭാരപ്പെട്ടു. വെള്ളിയാഴ്ച ആള് സ്ഥലത്തുണ്ട്. ഭാരപ്പെട്ടെന്ന് പറഞ്ഞാൽ നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യാത്ത അവസ്ഥ. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആള് സ്ഥലത്തുണ്ട്. ഞായറാഴ്ച സഭായോഗത്തിന് ആള് സ്ഥലത്തുണ്ട്. ഹല്ലേലൂയ. ഡോക്ടറെ അടുത്ത് പോയപ്പോൾ പറഞ്ഞ് പല പരിശോധന ചെയ്യണം, അങ്ങനെ ചെയ്യണം. എന്താ കാരണം? അവന്റെ ഉള്ളിൽ ജീവനുണ്ട്. ഒരു സഭായോഗം കൂടുന്നത് കൊണ്ട് ജീവനുണ്ടെന്ന് ഞാൻ പറയത്തില്ല. ഹല്ലേലൂയ. സഭായോഗം കൂടുന്നവർ, ഞാനിപ്പോ ഇന്ന് വന്ന ഇവിടെ യൗവനക്കാരോട് ചോദിച്ചു, ഈ സഭയിലെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നടത്തേണ്ടത് കിളവന്മാരായ ഞങ്ങളാണോ, ഇവിടുത്തെ കൊച്ചുപിള്ളേരാണോ, നിങ്ങളാണോ? ഹല്ലേലൂയ. സഭായോഗം കഴിഞ്ഞ ഉടനെ ഹല്ലേലൂയ, ഞായറാഴ്ച നിന്റെതല്ല കേട്ടോ. ഞാൻ പറയാം, അന്ന് കല്യാണത്തിനും അന്ന് വിരുന്നിനും ആശുപത്രിക്ക് കൊടുക്കാനുള്ളതല്ല ദിവസം. അന്നത്തെ ദിവസം ഇവിടെ സിസ്റ്റമുണ്ട്. ഇവിടെ നടന്ന് ടാക്സ് പിടിയിട്ടുണ്ട്. 1 മണിക്കൂർ ജീവൻ പ്രാപിക്കാനാണ് യേശു വിളിച്ചത്. എനിക്ക് വേണ്ടെന്ന ജീവൻ. യേശു പറയുന്നത് ഞാൻ വന്നത് ജീവൻ തരുവാനാണ്. കർത്താവ് വല്ലതും വേറെ വല്ലതും തരാനുണ്ടോ? എന്തെങ്കിലും ഞങ്ങളിവിടെ എന്ത് കഷ്ടത്തിലാ പോകുന്നത്, എന്ത് ബുദ്ധിമുട്ടിലാ പോകുന്നത്, ഞങ്ങൾ എന്ത് കണ്ണുനീരിലാ പോകുന്നത്, ഞങ്ങൾക്ക് വേറെ വല്ലതും തരാനുണ്ടോ? അതാണ് സാത്താൻ തരുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടാകട്ടെ. സാത്താൻ തരുന്നത് എന്താ? നമ്മുടെ കർത്താവിന് സാത്താൻ പറഞ്ഞെന്താ? ഈ കാണുന്ന ലോകവും ഇതിന്റെ മഹത്വം കണ്ടോ, എല്ലാ കർത്താവിനെ കാണിച്ചു. ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരാം, മുഴുവൻ നിനക്ക് തരാം. അപ്പൊ സാത്താൻ കൊടുക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. അതിനെന്റെ പൊന്നു സഹോദരൻ നീ ഉപസിക്കണ്ട, അതിന് പ്രാർത്ഥിക്കുക പോലും വേണ്ട. ഹല്ലേലൂയ. നീ പറഞ്ഞിട്ട് അതാണ് വേദപുസ്തകം പറയുന്നത്. ഇത് മുഴുവൻ നിനക്ക് തരാം, എന്നെ ഒന്ന് കുമ്പിട്ട് നമസ്കരിച്ചാൽ മതി. യേശുവിന്റെ ജീവൻ വേണമെന്ന് നീ പറയരുത്. നിനക്ക് വേണ്ടത് മറ്റു വല്ലതുമാണെങ്കിൽ കർത്താവിനെ ഒന്ന് ആരാധിക്കണ്ട, പിശാചിനെ ഒന്ന് കുമ്പിട്ട് നമസ്കരിച്ചാൽ മതി എന്നാണ് പിശാച് കർത്താവിന്റെ അടുത്ത് പറഞ്ഞത്. ഇന്നത്തെ ആത്മീയ സമൂഹത്തിന് വേണ്ടതെന്തോ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രശ്നം, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്താണ്? ഈ ലോകവും ലോകത്തിലുള്ള കാര്യങ്ങളുമാണോ? നിങ്ങൾ ഏത് ദൈവത്തെ സ്നേഹിക്കുന്നു? നിങ്ങളുടെ ഉള്ളിൽ ജീവനുണ്ടോ? എന്റെ ഉള്ളിൽ ജീവനുണ്ടോ? നിങ്ങൾ എന്തിനാ കരയുന്നത്? നിങ്ങൾ എന്തിന് രാത്രി ഉറക്കളച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഉപവസിക്കുന്നത്? ഉണങ്ങി വരേണ്ട ദേശത്തപ്പം വെള്ളത്തിനായി ദാഹിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവിനായി നിനക്കായി ഞാൻ ദാഹിക്കുന്നത്. ഹല്ലേലൂയ. ദൈവ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ദൈവ സ്നേഹം, ജീവൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, സ്നേഹമാണ്. എന്താണ് യേശു തന്ന ജീവൻ? അവൻ സ്നേഹം തന്നെ. ദൈവം സ്നേഹം തന്നെ. ഹല്ലേലൂയ. അപ്പൊ അതിനകത്ത് സ്നേഹം മാത്രമേ ഉള്ളൂ, അതിനകത്ത് വെറും പൽപ്പം പോലുമില്ല. ദൈവത്തിന്റെ സ്നേഹം എങ്ങനത്തെ സ്നേഹമാണ്? നിങ്ങളിൽ ഞാൻ കാണിക്കുന്ന സ്നേഹം, ഞാനെന്ന് പറയട്ടെ, ഒരു ദൈവസ്നേഹം ഉണ്ടായിട്ടല്ല. പലരും ഇവിടെ കള്ളു കുടിക്കാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഒരു ദൈവസ്നേഹം ഉണ്ടായിട്ടില്ല. അവർക്കറിയാം ശരീരത്തിന് മോശമാണ്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ അവർ കള്ളുകുടിക്കാത്തത് മദ്യപാനം ആരോഗ്യത്തിന് കൊള്ളത്തില്ലെന്ന് വെച്ചിട്ടാണ്. പക്ഷെ പെന്തക്കോസ്തുകാർ കള്ളുകുടിക്കുന്നത് എങ്ങനെയാ? പാവങ്ങളുണ്ടെങ്കിൽ ഞാൻ പറയത്തില്ല. പെന്തക്കോസ്തുകാർ കള്ളുകുടിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞത്, കള്ളുകുടിച്ചില്ലെങ്കിൽ കള്ളുകുടിയന്മാരുടെ കൂടെ നടക്കുന്നവരുമുണ്ട്. എനിക്കറിയാം. ഇത് ഇന്നലെ ഇവിടെ ഒരു പുന്നമട ആറ്റിലെ ഒരു ജലമാമാങ്കം ഉണ്ടായി. ഇന്നത്തെ പ്രശ്നങ്ങളോടൊപ്പം ഇത് കാണണം.
ഇന്നത്തെ സമൂഹത്തിന് ഹല്ലേലൂയ ഉന്നമടക്കാരുടെ ദേശീയ ഉത്സവമാണത്. ആഴ്ച പലരും സഭായോഗത്തിന് പോകുന്നില്ല, പക്ഷേ സഭായോഗത്തിന് പോകുന്നില്ല. ആഘോഷിച്ചങ്ങ് വിരുന്നുകാരും നാട്ടുകാരും സഹോദരങ്ങളെല്ലാം കൂടെ അവർക്കൊരു ദേശത്തിന്റെ ഉത്സവമാണ്. പക്ഷെ പിറ്റേ ദിവസം സഭായോഗം എന്താ കാര്യം? ഞാൻ പറയുന്നത്, ജീവൻ പ്രാപിക്കുവാൻ എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ജീവൻ പ്രാപിക്കണമെങ്കിൽ യേശുവിൻ്റെ അടുക്കൽ ചെല്ലണം. യേശുവിൻ്റെ അടുക്കൽ ജീവൻ പ്രാപിച്ചാൽ അത് വെളിച്ചമാണ് കേട്ടോ. ആ ജീവൻ മനുഷ്യന്റെ വെളിച്ചമായിരുന്നു. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. യേശുവിൻ്റെ അടുക്കൽ ചെല്ലുന്നവർക്ക് കാണാൻ പറ്റും അവന്റെ ദിവ്യ സ്വഭാവം എന്താണെന്ന്, അവന്റെ സ്നേഹം എന്താണെന്ന് ചെല്ലുന്നു. പക്ഷേ അവർ അവനെ ക്രൂശിച്ചപ്പോഴും അവന്റെ ഉള്ളിൽ നിന്ന് സ്നേഹം മാത്രമാണ് പുറത്തു വന്നത്. അവരോടുള്ള ഒരു വൈമനസ്യവും ഒരു ബുദ്ധിമുട്ടും എൻ്റെ കർത്താവിനില്ലായിരുന്നു. ജീവൻ ദൈവത്തിന്റെ സ്നേഹമാണ്. ഈ ജീവൻ എൻ്റെ ഉള്ളിൽ വന്നാൽ, ഈ ദൈവജീവൻ എൻ്റെ ഉള്ളിൽ വന്നാൽ, കർത്താവ് നമ്മോട് പറയാനുള്ള ഒരു കാര്യം, ജീവൻ പ്രാപിച്ചവൻ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണയാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കും. ബൈബിളിൽ ഒറ്റൊരു കൽപ്പന അറിയാവുള്ളൂ അല്ലേ? ബൈബിളിൽ ഒരു കൽപ്പന രണ്ടാക്കി തന്നെ തന്നിട്ടുണ്ട്. അത് ഒന്ന്, നിന്റെ ദൈവത്തെ സ്നേഹിക്കണം. രണ്ട്, നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. എന്താ ദൈവത്തെ സ്നേഹിക്കേണ്ടത്? എങ്ങനെയാ? ഇവിടെ ഇരിക്കുന്നവരില് എല്ലാറ്റിലും അധികം, എല്ലാവരെക്കാളും അധികം, പണത്തെക്കാൾ അധികം, വസ്തുക്കളെക്കാൾ അധികം, ഭാവിയേക്കാൾ അധികം, എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയേക്കാൾ അധികം ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? ഞാനൊന്ന് കാണാൻ ആഗ്രഹിക്കുക. എല്ലാവരെക്കാളും, എല്ലാറ്റിനേക്കാളും, എൻ്റെ കുഞ്ഞുങ്ങളെക്കാളും, അവരുടെ ഭാവിയെക്കാളും, എൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ടുകളെക്കാളും, കഷ്ടങ്ങളെക്കാളും, സമൃദ്ധിയെക്കാളും അധികം ഞാൻ യേശുവിനെയാണ് സ്നേഹിക്കുന്നതെന്ന് ഉള്ളവർക്കൊന്ന് കരമുയർത്തിക്ക്. നിങ്ങളെ ഒത്തി അദ്ദേഹം സ്തോത്രം. അഥവാ സ്നേഹമില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടല്ലോ, ആഗ്രഹമെങ്കിലും ഉണ്ടല്ലോ. രണ്ട്, നിന്നെ പോലെ തന്നെ നിന്റെ സഹോദരനെ സ്നേഹിക്കണമെന്നുള്ളവർ, നിന്നെ പോലെ തന്നെ നിന്റെ സഹോദരനെ സ്നേഹിക്കണമെന്ന് കർത്താവ് പറയുന്നു. ഹലോ, അതിനകത്ത് എന്നെ പോലെ തന്നെ ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നുള്ളവർ ഒന്ന് കരമുയർത്തിക്ക്. കണക്കൊടുക്കണേ. ഞാനും കൂടെ കണക്ക് ചോദിക്കും. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, നിന്നെ പോലെ തന്നെ നിന്റെ സഹോദരൻ സ്നേഹിക്കുന്നത്. ഞാൻ നിങ്ങളുടെ സഭയുടെ അധ്യക്ഷന് എനിക്കും കൂടി ചോദിക്കാനുള്ള അവകാശമുണ്ട്. നിന്നെ പോലെ തന്നെ. ഇതിൻ്റെ അപ്പുറത്ത് ഒരു കൽപ്പന ബൈബിളിലുള്ളത് ഒന്ന് പറഞ്ഞാട്ടെ. ഇതിൻ്റെ അപ്പുറത്ത് ബൈബിളിലുള്ള ഒരു കൽപ്പന നിങ്ങളൊന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു മരിച്ചപ്പോൾ, അവന്റെ പ്രാണനെ വിട്ടപ്പോൾ ദൈവാലയത്തിന്റെ തിരശീല രണ്ടായി ചെയ്തിപ്പോയി. ഇതിലൂടെ എനിക്ക് ദൈവജീവനിലേക്ക് അടുത്ത് ചെന്നാൽ എനിക്ക് കിട്ടുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ എല്ലാറ്റിനേക്കാളും അധികം ദൈവത്തെയാണ് സ്നേഹിക്കുന്നത്. പത്രോസ് പറഞ്ഞതുപോലെ ആകണോ? എങ്ങനെ? പ്രാണനെ ഞാൻ വെച്ച് കളയും. കർത്താവ് അവന്റെ മുന്നമേ നാളെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാവോ തരാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ കർത്താവ് കണ്ടു, നിങ്ങൾ കൈവക്കിയപ്പോ സാത്താനും കണ്ടു. സാത്താൻ അതിന് ദൂരതയിലൊന്നും അല്ല കേട്ടോ. വളരെ അടുത്ത പരീക്ഷ. നിന്നെ പാറ്റേണ്ടതിന് ചോദിച്ചതെയും കർത്താവ് പറയാ, ചോദിച്ചു, ഞാൻ പിതാവിനോട് അപേക്ഷിച്ചു. എന്നിട്ട് പറയാ, നാളെ കുഴി 3 വട്ടം കൂവും, 2 വട്ടം കൂടുമ്പോ നീ 3 വട്ടം തള്ളി പറയും. ഹലോ, തള്ളി പറയൂ? ഞാനോ? യേശുവിനെയോ? അത് വിശേഷ വിലക്കിയ പോകുന്നില്ല. ഇതൊക്കെ ഈ ഏറ്റവും കുറഞ്ഞ ആൾക്കാരുടെ ജോലിയല്ലേ, ദരിദ്രന്മാരുടെയും. അത് സുവിശേഷം വഹിക്കാൻ ഞങ്ങൾ പോകുന്നില്ല. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഞാനാ. പിന്നെ പരസ്യയോഗം, അതൊക്കെ ഞങ്ങൾക്കൊരാക്ഷേപമാണ്.
ദൈവത്തിന് വേണ്ടി ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്നു. അതൊക്കെ പറഞ്ഞില്ലേ, ഈ ജോലിയില്ലാത്തവരുടെയൊക്കെ ഒരു പരിപാടി. ജോലിയില്ല, ഈ ഉള്ള ജോലിയും കളഞ്ഞിട്ട് പറഞ്ഞില്ലേ, ഇച്ചിരി തലവേദന വന്നാൽ 30 ദിവസം പോയി ആശുപത്രി കിടക്കും. പക്ഷെ മടിയില്ല, ആശുപത്രി തന്നെ മാറാൻ സമയമില്ല, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാൻ സമയമില്ല. എന്താ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന പറഞ്ഞാൽ പോലെ തെളിയിക്കണം. ഒരു കല്യാണം വരണ്ടേ, എവിടെയോ ആരുടെയോ ഒരു കല്യാണം വന്നു, ജോലി അന്ന് ലീവ്, ഉപവാസ പ്രാർത്ഥനയ്ക്ക് ലീവ് കിട്ടത്തില്ലെന്നേ. എന്റെ പൊന്നുമാസ എന്റെ മുതലാളി സമ്മതിക്കത്തില്ല. ഇതിന് പറയും ദൈവത്തെയാണ് എല്ലാറ്റിലും അധികം സ്നേഹിക്കുന്നത്. കണക്ക് കൊടുക്കണം നമ്മൾ. ഈ ജീവനില്ലാത്തതിന്റെ പ്രശ്നമാണ്. ജീവനില്ല, യേശു തന്നത് ജീവനാണ്. അത് വേണമെങ്കിൽ അവനോട് ചോദിച്ചു വാങ്ങണം. ഈ ജീവൻ തരുവാൻ അവന് മനസ്സാ. ഊട്ടിയങ്ങോട്ട് ചെല്ലണം. ഇതിനെ അല്പം വാതില ഞെരുക്കമുള്ള വഴിയ. ഈ ജീവൻ വേണമെങ്കിൽ ഇടുക്ക് വാതിലും ഞെരുക്കമുള്ള വഴിയിലും കൂടെ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ. ഈ ജീവൻ കിട്ടത്തുള്ളൂ. ജീവൻ അവൻ നമ്മൾക്ക് ലോകത്തിന്റെ പ്രകാശമായിരിക്കും. എന്ന് വെച്ചെന്നാൽ ഞാൻ തീർത്തും പറയട്ടെ, നിങ്ങളുടെ അകത്ത് ജീവനുണ്ടെങ്കിൽ, പക്ഷേ എനിക്ക് ഇന്നൊരു അരമണിക്കൂർ ദൈവവചനം പറയാൻ പോകണം, എൻ്റെ കൂടെ ഒന്ന് വരാമോ? വേണ്ട, നിങ്ങളുടെ കൂട്ടുകാരനെ സഹോദരനെ വിളിച്ചാൽ മതി. സഹോദരൻ നമുക്ക് രണ്ടുപേരും കൂടെ പോയി ഒരിച്ചിരി വചനം വന്ന് പ്രസംഗിക്കാം. അത് സമ്മതിക്കാത്ത മാത്രമേ എനിക്ക് പറ്റത്തുള്ളൂ. പുറത്തു പോയി പ്രസംഗിക്കാൻ എനിക്ക് പറ്റത്തില്ല. ജീവനില്ല. ജീവൻ പ്രാപിക്കാൻ എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ഹല്ലേലൂയ. ഇവിടെ ഞാൻ പറയാം, നമ്മുടെ ചെറുപ്പക്കാരിൽ പലരും ചിലരുണ്ടായിരുന്നു, നമുക്ക് പോകാം, ഇന്നടത്തേക്കൊന്ന് പോകാം. അവർ പറഞ്ഞില്ലേ, അവരൊക്കെ സുവിശേഷ വിലയ്ക്ക് അവിടെ ഇവിടെയൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ജീവനില്ലാത്തവയെല്ലാം വിശേഷ വേലയ്ക്ക് പറഞ്ഞില്ലേ. ഞാൻ പറയുന്നത്, നിങ്ങൾ 6 ദിവസം ജോലിക്ക് പോയി, 7ാമത്തെ ദിവസം ദൈവത്തിൻ്റെയാണോ? ആണോ? 7ാമത്തെ ദിവസം ദൈവത്തിൻ്റെയാണോ? ഇന്നത്തെ ദിവസം നിങ്ങളുടെ കാര്യങ്ങൾ അല്ലേ, അതാണ് നിങ്ങളുടെ ലോകസ്നേഹം. ദൈവത്തോട് ഞാൻ നിർത്തുക. ദൈവത്തോട് ശത്രുവാണ് നീ പറയുന്ന ജീവൻ പ്രാപിച്ചു ബന്ധക്കോസുകാരനാണ്, ബന്ധക്കോസുകാരിയാണ്, ദൈവമകനാണെന്ന് പറയുന്നത്. നീ ദൈവത്തിന്റെ ശത്രുവാണ്. കാരണം നിന്റെ ചിന്ത മുഴുവൻ ലോകത്തിലാണ്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും നീ സ്നേഹിക്കരുത്. ഹല്ലേലൂയ. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്ത, പൂർവ്വം പറയാം, നമ്മുടെ സഹോദരങ്ങൾക്ക് തമ്മിലുള്ള ഇവിടെ ഒരു പുതിയ കുടുംബം വന്നാൽ അവനെ ഒന്ന് സ്നേഹിക്കാൻ വേണമെങ്കിൽ പറഞ്ഞില്ലേ, ഇപ്പം ഒരു ആക്ട് ചെയ്യാൻ പറ്റും, ഒരു അഭിനയം നടത്താൻ പറ്റും. അതല്ല ഞാൻ പറഞ്ഞത്. ജീവൻ കൊടുക്കണം സ്നേഹം. ജീവൻ കൊടുക്കുന്ന സ്നേഹം. അവന്റെ വീട്ടിൽ പോകണം, അവന്റെ വീട് എവിടെയാണെന്ന് ചോദിക്കണം, അവന് വേണ്ടിയിട്ട് ഒരു ചായ കുടിക്കാനുള്ള പൈസ കൊടുക്കണം, അവന്റെ കണ്ണുനീരൊപ്പണം. ഇല്ലാതെ സ്നേഹമുണ്ടെന്ന് പറയാൻ എളുപ്പമാട്ടോ. എനിക്ക് ജീവനുണ്ടെന്ന് പറയാൻ, പെന്തക്കോസുകാരാണെന്ന് പറയാനും എളുപ്പമാണ്. പക്ഷെ നിനക്ക് ജീവനില്ല. നിനക്ക് ഒരൊറ്റ ചിന്തയുള്ളൂ, ഭൂമിയിലുള്ള ജീവൻ പ്രാപിച്ചവൻ. ഉല്ലോസലേഖനം 3-ാം അധ്യായത്തിൽ 1-ാം വാക്യം അറിയാമോ? നിങ്ങൾ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേൽക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ചിന്ത പോലും ഉയരത്തിലുള്ളതായി മാറി. ജീവൻ പ്രാപിച്ചവൻ അവന്റെ പിതാവിനെ കാണാനുള്ള ചിന്തയാണ്, നിത്യതയിൽ എത്തുവാനുള്ള ചിന്തയാണ്. ഇവിടെ സഹോദരന് വേണ്ടി ജീവനെ കൊടുക്കുവാനുള്ള ഒരു പ്രേരണയാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇതിന്റെ പേര് നിങ്ങൾക്ക് ജീവൻ കിട്ടി എന്നുള്ളതിന്റെ തെളിവല്ല. ഭൂമിയിൽ നിങ്ങൾക്കൊരു തെളിവുണ്ട്. എബ്രായലേഖനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചേ. അത് ലഭിച്ചു എന്ന് ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഇന്ന് നിങ്ങൾ എന്ത് കേൾക്കണം? ഈ ദൈവരാജ്യം നിത്യജീവൻ സ്വസ്ഥതയാണ്. ഇത് ലഭിച്ചു എന്ന് വരാതെ ഇരുപ്പാൻ ഒന്ന് ഭയപ്പെടണം. ഞാൻ പറഞ്ഞില്ലെന്ന് പറയാം.
ലഭിച്ചു എന്ന് നാളെ നിങ്ങൾക്ക് ഈ സ്വസ്ഥത ലഭിക്കാൻ, ദൈവരാജ്യത്തിൻ്റെ സന്തോഷം ലഭിപ്പാൻ, സ്വർഗരാജ്യം ലഭിപ്പാൻ, നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാതെ ഇരിപ്പാൻ ഇടവരരുത്. അതിലൊരു ഭയപ്പെടണം. ദൈവത്തെ ഒന്ന് ഭയപ്പെടണം. ഒരു സ്വസ്ഥത കർത്താവ് നമ്മളെ ശേഷിപ്പിച്ചിരിക്കുന്നു. എന്താണ്? അധ്വാനമാണ്. അത് മാറുമ്പോൾ ഇത് മാറുമ്പോൾ അത്, പിന്നെ അങ്ങോട്ട് പറഞ്ഞില്ലേ, എന്താണ്? സ്വസ്ഥതയില്ല. സ്വസ്ഥമില്ലാത്ത ഒരു മനസ്സ്, അവന് ദൈവജീവനില്ല. ദൈവജീവനുള്ളവൻ നാനാ പരീക്ഷകളിൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും അവൻ ആനന്ദിക്കും. ഞാൻ തീർത്തും പറയുന്നു, അവന്റെ ഭൂമിയിലുള്ള ഒരു പ്രശ്നത്തിന് പോലും ദൈവത്തിന് ഉത്തരവാദിത്തമില്ലാത്തതല്ല. അവന്റെ ഒരു ചെറിയ കാര്യം പോലും. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, നമുക്ക് എൻ്റെ ഈ ഷർട്ടിന് ഒരു ബട്ടൺസ് വേണമെങ്കിൽ, എനിക്കൊരു സെറ്റിംഗ് പിൻ വേണമെങ്കിൽ എൻ്റെ ദൈവം ഉത്തരവാദിത്തമുള്ളവനാണ്. ഞാൻ അതിനെക്കുറിച്ച് വിചാരപ്പെടണ്ട. ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്ത് എൻ്റെ ആവശ്യം അവൻ അറിയുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കാൻ. ഹല്ലേലൂയ. എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാൻ കഴിയും, പ്രിയ തിമോത്തിയുടെയും അന്യയുടെയും ഫീസ് നാളുകളായിട്ട് കൊടുക്കാതെ മുടങ്ങിക്കിടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവൻ സ്വന്തമായി കർത്താവിനായി ഇന്നിപ്പം ഇവിടെ ഇന്ന് നിൽക്കാൻ പോയത് പെട്ടെന്നൊരു പാസ്റ്ററുടെ വീട്ടിലെ മരണ വാർത്തയുണ്ടായി. അപ്പോൾ ആ സഭയിലെ നടത്താൻ പറ്റാനുമില്ല. അങ്ങനെ അവരും കൂടെ പോയിട്ട് അവിടെ ഒന്ന് പോയിരിക്കുക, ആ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി പോയിരിക്കുക. അവൻ്റെ ബാധ്യതകൾക്ക്, അവൻ്റെ കടഭാരങ്ങൾക്ക് കർത്താവ് പരിഹാരം. ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്കൊന്ന് സാക്ഷ്യം പറഞ്ഞു. ഞാനിത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടത് കൊണ്ട് ഞാനത് പറഞ്ഞു. ഈ ഭൂമിയിലെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഒരു മാസത്തെ ഫീസ് കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ കടം മേടിച്ചു കൊടുക്കേണ്ടി വരുന്നില്ല. കടം മേടിക്കുന്നത് ശാപമാണ്. കടം മേടിച്ച് ജീവിക്കുന്നത് ശാപമാണ്. കടം മേടിച്ച് മക്കളെ പഠിപ്പിക്കാനല്ല വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് അംഗീകരിച്ച ലോണൊക്കെ എടുക്കുമ്പോൾ അത് ഒന്ന് പ്രാർത്ഥിച്ച് ദൈവാരാധനയൊക്കെ പ്രാപിച്ചിട്ട് എടുക്കുക. ഞാൻ ദൈവത്തിന് ഞാൻ 3 മക്കളെ പഠിപ്പിച്ചതാണ്. ഒരാൾക്ക് വേണ്ടിയിട്ട് ലോൺ എടുത്തിട്ടുണ്ട്. ലോൺ എടുത്തത് കൃത്യമായിട്ട് അടച്ചു കൊടുക്കാൻ കർത്താവ് സഹായിക്കുകയും ചെയ്യുന്നത് ഒരു ഭാരവും ഇല്ലായില്ല. ഒരു വസ്തു വെച്ചില്ല, ഒന്നും ചെയ്തില്ല. എനിക്കന്ന് ബാങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ആരും പരിചയമില്ലായിരുന്നു. നേരെ എൻ്റെ വീട്ടിൽ വന്ന് സാറേ ലോൺ തരാൻ വളരെ ഇവിടെ പഠിപ്പിച്ചുകൊണ്ട് വന്ന് അങ്ങനെ വന്ന് സ്വസ്ഥത. ഞാൻ പറയുന്നത് ഇത്രയും ദൈവാനുഭവവും ജീവന്റെ സമൃദ്ധി ഞാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷേ ദൈവവൈദ്യൻ യേശു എന്ന നാമം ഒന്ന് വിളിച്ചാൽ അവൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. അവൻ്റെ മക്കൾക്ക് നന്മ വരുത്താൻ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അവൻ്റെ വീടിൻ്റെ പണിയെക്കുറിച്ച്, അവൻ്റെ കടഭാരങ്ങളെ കുറിച്ച്. പക്ഷെ ശത്രുവായിട്ട് ചിന്തിക്കണം. ശത്രുവിനെ പോലെ നീ ദൈവത്തോട് പെരുമാറരുത്. ശത്രുക്കളെ പോലെ ദൈവത്തോട് പെരുമാറിയാൽ കർത്താവ് ഒരുപക്ഷെ ദൈവത്തോട്, ഞാൻ പറയുന്നത് ശത്രുവാണ് നമ്മൾ. ദൈവമില്ലാത്ത ജീവനില്ലാത്ത ഒരാൾ ശത്രുവാണ്. ആ ശത്രുക്കളെ പോലെ ദൈവത്തോട് എങ്ങനെ സത്യവചനത്തോട് നിങ്ങൾക്ക് കേൾക്കാൻ സ്വീകരിക്കാൻ മനസ്സില്ലാത്തൊരവസ്ഥ വന്നു. ഇവിടെ ഇരുന്ന് ഉറങ്ങാൻ അറിയുന്നുണ്ടോ? ഇവിടെ ഇരുന്ന് അറിയുന്നുണ്ടോ? നിങ്ങൾക്ക് സത്യവചനത്തോടാണ് അത് കാണിക്കുന്ന ഭയങ്കര ശത്രുതയാണ്. ദൈവത്തോട് കാണിക്കുന്ന യുദ്ധം ചെയ്യാൻ, ദൈവത്തോട് യുദ്ധം ചെയ്യും. ദൈവം സംസാരിക്കുമ്പോൾ ദൈവത്തോട് യുദ്ധം ചെയ്ത മനുഷ്യന്മാരെ പോലെയാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഒരു സ്വസ്ഥത, അത് എൻ്റെ ആത്മാവിൽ സ്വസ്ഥത ഞാൻ അനുഭവിക്കും. ദൈവ സാന്നിധ്യമുള്ളവൻ്റെ പുഞ്ചിരി കണ്ടാൽ അറിയാം. ദൈവ സാന്നിധ്യമുള്ളവൻ്റെ ജീവിത ശൈലി കണ്ടാൽ അറിയാം. ദൈവ സാന്നിധ്യം അവന് സ്വസ്ഥതയാണ് നൽകുന്നത്. എൻ്റെ ആത്മാവെ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? വീണ്ടും അവൻ്റെ മുമ്പിൽ വന്ന് സ്വസ്ഥമായിരിക്കുക. നിന്റെ പ്രശ്നങ്ങൾ ഇറക്കി വെക്ക്. ഈ ജീവൻ പ്രാപിക്കാനുള്ള ഗുണം ഒരു സ്വസ്ഥത നമുക്ക് വരും. ആ സ്വസ്ഥതയിൽ എബ്രായലേഖനം 13-ാം അധ്യായത്തിന്റെ 11 മുതൽ വായിച്ചു പോകണം. 13-ാം അധ്യായം 13-ന്റെ 11 മുതൽ വായിച്ചു. നഗരവാതിലിന്റെ പുറത്ത് വെച്ചവൻ കഷ്ടം അനുഭവിച്ചു. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ.
പിന്നെ കൊണ്ട് നിങ്ങളൊന്ന് വായിച്ചാൽ മതി. ഇവിടെ വായിക്കാം, പാളയത്തിന് പുറത്തു വെച്ച് കഷ്ടമനുഭവിച്ചു. പാളയത്തിന് പുറത്തു വെച്ച് അവൻ കഷ്ടമനുഭവിച്ചു. ഹല്ലേലൂയ. അവന്റെ കഷ്ടാനുഭവങ്ങൾ നമുക്ക് ദൈവജീവന്റെ സമൃദ്ധിയാണ് ലഭിക്കുന്നത്. ദൈവജീവന്റെ സമൃദ്ധിയുള്ള ഒരാള് സ്വസ്ഥമായിരിക്കും അവന്റെ ജീവിതം. അവന് നാളെയെക്കുറിച്ച് ആശങ്കയേ ഇല്ല, അവൻ ആകുലതകളില്ല, അവൻ ഉത്കണ്ഠകളില്ല, അവൻ നിമിഷ നേരം കൊണ്ട് കോപാകുലനാകത്തില്ല. അവൻ വചനത്തിന്റെ മുൻപിൽ ഒരു ശിശുവിനെ പോലെ ആർത്തിയോടെ കാത്തിരിക്കുന്നവനായിരിക്കും. സ്വസ്ഥതയുള്ള മനസ്സ്, സ്വസ്ഥമില്ലാത്ത മനസ്സ് ഇവിടെ നിങ്ങൾക്കുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? നിങ്ങൾ വചനത്തിന് മുമ്പിൽ ഇരിക്കുന്നത്. ഈ വചനം ഞങ്ങൾക്ക് ദൈവമുണ്ടല്ലോ, ഞങ്ങൾക്ക് യേശുവിനെ വിശ്വസിക്കുമ്പോൾ ദൈവജീവൻ കിട്ടിയല്ലോ. പക്ഷെ നീ ശത്രുവാണ്. ശത്രുവിനെ പോലെയാണ് ദൈവത്തോട് നീ പെരുമാറുന്നത്. ഹല്ലേലൂയ. ദൈവിക കാര്യങ്ങളോട് നിനക്ക് ഒരു ആത്മാർത്ഥതയും ഒരു ബന്ധവുമില്ല. എന്താണ്? ദൈവജീവൻ കിട്ടിയാൽ മരണത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്നെ തന്നെ, എൻ്റെ ജീവനെ ഞാൻ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇവിടുത്തെ ജീവിതം കൊതിക്കുന്നില്ലവൻ. ദൈവജീവൻ കിട്ടിയവൻ എൻ്റെ ജീവൻ അവന് വേണ്ടി കൊടുക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് അധരഫലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കണം. അധരഫലം എന്ന് പറയുന്നത് ഞാൻ ഒരു യാഗം അർപ്പിക്കുന്ന, എന്നെ തന്നെ യാഗം അർപ്പിക്കുന്ന, എന്നെ തന്നെ അർപ്പിക്കുന്ന യാഗമാണ് സ്തോത്രയാഗം. ഞാൻ തീർത്തും പറയട്ടെ, നമ്മുടെ ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം, നമുക്ക് തമ്മിൽ സ്നേഹിക്കാം, നമുക്ക് സ്വസ്ഥമായിരിക്കാം. യേശു വാതിൽ തുറന്നു. യേശു വാതിൽ തുറന്നത് നമുക്ക് അവൻ ദൈവവുമായിട്ട് ഒന്നിച്ച്, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ദൈവത്തോട് സമാധാനം, ഇതാണ് സ്വസ്ഥത. ഇപ്പോഴും എനിക്കിവിടെ പ്രശ്നമില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. എനിക്കിവിടെ പ്രശ്നം, ഈ ദൈവത്തെ സേവിക്കുന്നവന് പ്രശ്നങ്ങളുടെ കൂമ്പാരമാണ്. പക്ഷേ പ്രശ്നത്തിൻ്റെ മുഖത്തും എനിക്കൊരു സ്വസ്ഥത അനുഭവിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ അനുഭവം? ഹല്ലേലൂയ. നിങ്ങൾക്ക് ആത്മീയ കാര്യങ്ങൾക്ക് ശുഷ്കാന്തി കൂടുന്നുണ്ടോ? സ്വസ്ഥതയില്ലാത്തവർക്ക് ഉപവാസ പ്രാർത്ഥന മുടക്കുന്നു, കാര്യം ചോദിച്ചാൽ അറിയാം. സഭായോഗം മുടക്കുന്നു, കാര്യം ചോദിച്ചാൽ അറിയാം. സുവിശേഷ വേല ഇപ്പൊ ചെയ്യുന്നില്ല, കാര്യം സ്വസ്ഥതയില്ല. ജീവനില്ലാത്ത കൊണ്ട് സ്വസ്ഥതയില്ല, ആകപ്പാടെ ബന്ധപ്പാടാണ്. സ്വസ്ഥതയില്ലാത്ത അവസ്ഥ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സ്വസ്ഥത ശേഷിപ്പിച്ചിട്ടുണ്ട്. അത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ ബന്ധം ദൈവവുമായിട്ടുള്ള ബന്ധമാണത്. ദൈവത്തോട് സ്വസ്ഥത, ദൈവവുമായിട്ടുള്ള ജീവന്റെ അനുഭവമാണ്. ജീവന്റെ അനുഭവത്തിൽ ദൈവത്തോട് നിങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഇതിനെയാണ് സ്വസ്ഥത എന്ന് പറയുന്നത്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം നടക്കാമോ?